പരിസ്ഥിതി വിഭാഗം മേധാവി ഡോക്ടർ ജി മധു നമ്മോടൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ഡോക്ടർ ജി മധു, നമുക്ക് വലിയ ആശങ്കയായി മാറിയിരിക്കുകയാണ് ഈ കണ്ടെയ്നറുകൾ. ഇത് തീരത്തടിയുമ്പോൾ കൃത്യമായ ജാഗ്രത പാലിക്കണം, കൃത്യമായ അകലം പാലിക്കണം എന്നൊക്കെ നിർദ്ദേശം വരുമ്പോൾ ഈ തീരപ്രദേശങ്ങളെ ആശ്രയിച്ച് ജീവിക്കുന്ന ഒട്ടേറെ ആളുകളുള്ള നമ്മുടെ നാട്ടിൽ അതെങ്ങനെ സാധ്യമാകും എന്നുള്ളൊരു ആശങ്കയാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ കനത്ത മഴയുള്ളതുകൊണ്ട് മത്സ്യബന്ധനത്തിനൊക്കെ നിയന്ത്രണങ്ങളുണ്ട്. പക്ഷേ എങ്കിൽ പോലും നമുക്ക് ആശങ്ക തുടരുകയാണ്. ഇതിപ്പോൾ ഈ 13 അപകടകരമായ വസ്തുക്കൾ, കാൽഷ്യം കാർബൈഡ് അടക്കം അപകടകരമായ വസ്തുക്കൾ ഉണ്ട് എന്നാണ് പറയുന്നത്. എങ്ങനെയാണ് ഇത് ഈ രാസവസ്തുക്കൾ ഇങ്ങനെ കടലിൽ പടർന്നാൽ ഉണ്ടാകാനിടയുള്ള പ്രശ്നങ്ങളെ നമ്മൾ നോക്കിക്കാണേണ്ടത്? അത് ശരിക്കും ഇപ്പോഴും ഈ ടാങ്കറുകളിൽ ഇതിലുള്ള ഈ കണ്ടെയ്നറുകളിലുള്ള രാസവസ്തുക്കളെ കുറിച്ചുള്ള ഒരു കൃത്യമായ ഒരു വിവരം നമുക്ക് ലഭിച്ചിട്ടില്ല. കാരണം നമുക്ക് പത്രമാധ്യമങ്ങളിലൂടെ എല്ലാം കിട്ടുന്ന വിവരങ്ങളാണ്. അപ്പൊ ഇതിൽ പറയുന്നത് ഇതിൽ ഈ കണ്ടെയ്നറുകളില് കാൽസ്യം കാർബൈഡ് ഏതാണ്ട് 13 കണ്ടെയ്നറുകൾ അല്ലെ, അങ്ങനെയുള്ള ഒരു കണക്ക് പറയുന്നുണ്ട്. അതിൽ കാൽസ്യം കാർബൈഡ് ഉണ്ട്. പിന്നീടുള്ളത് ചില കണ്ടെയ്നറുകൾ, അത് കൂടാതെ ഈ കപ്പലിൽ നിന്നുള്ള ഇന്ധനം ചോർന്ന് പുറത്തു വന്ന് കടലിൽ കലരുന്നത് കൊണ്ടുള്ള പ്രത്യാഘാതങ്ങൾ, അങ്ങനെ 2 തരത്തിലുള്ള അപകടങ്ങളാണ് ഇതിൽ നിന്ന് വരാവുന്നത്. അപ്പൊ കാൽസ്യം കാർബൈഡ് പോലുള്ള വസ്തുക്കൾ അത് ഇതിൽ നിന്ന് പുറത്തു വരണം. കണ്ടെയ്നർ തുറന്ന് ഇത് പുറത്തു വന്ന് ഇതൊരു പൊടി രൂപത്തിലുള്ള വസ്തുവാണ് കാൽസ്യം കാർബൈഡ്. ഇത് ശരിക്കും നമ്മൾ ഈ വെൽഡിങ്ങിനൊക്കെ ഉപയോഗിക്കുന്ന അസറ്റിലിൻ വാതകം ഉണ്ടാക്കുന്നതിന് ഈ കാൽസ്യം കാർബൈഡാണ്. കാൽസ്യം കാർബൈഡ് വെള്ളവുമായിട്ട് രാസപ്രവർത്തനം നടത്തിയാണ് ഈ അസറ്റിലിൻ ഉൽപ്പാദിപ്പിക്കുന്നത്. അപ്പം ഏതെങ്കിലും കാരണവശാല് ഈ കാൽസ്യം കാർബൈഡ് പുറത്തു വരികയാണെങ്കിൽ കടൽ വെള്ളത്തിൽ കലർന്ന് ഈ അസറ്റിലിൻ വാതകം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അസറ്റിലിൻ വാതകം അത് പെട്ടെന്ന് തീ പിടിക്കുന്ന ഒരു വാതകമാണ്. പക്ഷെ അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള കണ്ടെയ്നറുകൾ അതിനടുത്തേക്ക് പോകാതിരിക്കുക എന്നുള്ള ഒരു മുൻകരുതൽ എടുക്കാനായിട്ട് പറഞ്ഞിരിക്കുന്നത്. കാരണം ഈ അസറ്റിലിൻ വാതകം പുറത്തു വന്നു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് തന്നെ തീ പിടിക്കാം. കാരണം തീ പിടിക്കാനായിട്ട് നമുക്കറിയാമല്ലോ, തീ പിടിക്കാനായിട്ട് ഒരു ഇഗ്നീഷൻ സോഴ്സ്, അത് കത്തുന്നതിനുള്ള ഒരു അവസ്ഥ കൂടെ, അതിനുള്ള ഒരു ജ്വാലയൊക്കെ ആവശ്യമുണ്ട്. ഇഗ്നീഷൻ സോഴ്സ് കൂടെ കിട്ടണം. അങ്ങനെയാണെങ്കിൽ അത് തീ പിടിക്കും. അപ്പോൾ അതുപോലെ അതിന്റെ ഒരു പ്രത്യേകത പറയുന്നത് അത് വായുവിനേക്കാളും സാന്ദ്രത കുറഞ്ഞ വാതകമാണ്. പെട്ടെന്ന് മുകളിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അത് ഏതെങ്കിലും ഒരു തീ ഉണ്ടാക്കുന്ന ഒരു ഇഗ്നീഷൻ സോഴ്സുമായിട്ട് അടുത്ത് ഇത് വന്നു കഴിഞ്ഞാൽ അത് തീ പിടിക്കാം. അപ്പൊ അതുകൊണ്ടാണ് ഒരു ജാഗ്രത പാലിക്കണം എന്ന് പറയുന്നത്. കാരണം പക്ഷേ ഇത്രയും ഇത് പരന്ന് കിടക്കുന്നത് കൊണ്ട് പിന്നെ ഇതിനൊരു ഗുണമുള്ളത്, ഇത് വായുവിനേക്കാളും സാന്ദ്രത കുറഞ്ഞതായതുകൊണ്ട് ഇത് പുറത്തു വന്നാൽ കാറ്റൊക്കെ അടിച്ചത് അകന്നു പോകാനുള്ള ഒരു സാധ്യതയുണ്ട്. അങ്ങനെ അപകടത്തിന്റെ വ്യാപ്തി കുറയാം. അപ്പം അതുകൊണ്ടാണ് ഈ ജാഗ്രത പാലിക്കണം എന്ന് പറയുന്നത്. ഈ അസറ്റിലൈൻ വാതകം ഉണ്ടെന്ന് പറയുന്നു, അത് ഈ വെള്ളത്തിന്റെ സാന്നിധ്യത്തിൽ തീ പിടിക്കുന്ന ഒന്നാണ് എന്നാണ് വിദഗ്ധർ പറയുന്നത്. അപ്പൊ അതിന്റെ സാധ്യത എന്താണ്? അങ്ങനെയെങ്കിൽ നമ്മൾ ഈ കടലിലേക്ക് ഇനി എത്ര നാൾ കഴിഞ്ഞ് നമുക്ക് കടലിൽ പോകാൻ കഴിയുമെന്നുള്ള കാര്യത്തിലും ഒരാശങ്കയുണ്ട്. അതെ, അപ്പം ഇതില് അസറ്റിലിൻ വാതകം ഇതിലുള്ളതായിട്ട് പറയുന്നില്ല. ഈ കാൽസ്യം കാർബൈഡ് എന്ന് പറയുന്ന ഈ രാസവസ്തു ഈ കണ്ടെയ്നറുകളിൽ ഉണ്ടെന്നാണ് പറയുന്നത്. അത് പുറത്തു വന്നാൽ, കണ്ടെയ്നർ തുറന്നു പോയി അത് പുറത്തു വന്ന് വെള്ളവുമായിട്ട് രാസപ്രവർത്തനം നടക്കുമ്പോഴാണ് ഈ അസറ്റിലിൻ ഉണ്ടാവാനുള്ള സാധ്യത. അതായത് അസറ്റിലിൻ അതിലുള്ളതായിട്ട് അങ്ങനെ മനസ്സിലാക്കിയിട്ടില്ല. അങ്ങനെ ഉണ്ടാകുമ്പോഴാണ്. അപ്പൊ അത് വെള്ളത്തിൽ കലരും. അതുപോലെ തന്നെ ഈ കാൽസ്യം കാർബൈഡ് വെള്ളവുമായിട്ട് പ്രവർത്തിക്കുമ്പോൾ ഈ അസറ്റിലിനോടൊപ്പം തന്നെ നമ്മുടെ കാൽസ്യം ഹൈഡ്രോക്സൈഡ്, നമ്മുടെ ചുണ്ണാമ്പ് തന്നെയാണ്, അതും കൂടെ ഉണ്ടാവും. ചുണ്ണാമ്പ് വേറെ അപകടകാരി അല്ലെങ്കിലും അതിന് ഉയർന്ന pH-ലാണ് വരുന്നത്. അപ്പം അതിനൊരു ക്ഷാര ഗുണമുണ്ട്. അപ്പം വെള്ളത്തിന്റെ ആ ക്ഷാര സ്വഭാവം അത് വർദ്ധിപ്പിക്കാം. എങ്കിലും പക്ഷേ ഇതൊരു വലിയ അളവിലുള്ള ഒരു കടൽ വെള്ളത്തിലാണ് ഇത് കലരുന്നത്. അപ്പൊ അതുകൊണ്ട് അതിന്റെ പ്രത്യാഘാതങ്ങൾ വളരെ രൂക്ഷമാകാനുള്ള സാധ്യതയില്ല ഈ കാൽസ്യം. പക്ഷേ ഈ ഗ്യാസ്, പുറത്തു വരുന്ന അസറ്റിലിൻ ഗ്യാസ് തീ പിടിക്കുകയാണെങ്കിൽ അത് ഒരു വലിയ അപകടത്തിലേക്ക് നയിക്കാം. അപ്പൊ അതിലാണ് നമ്മൾ കുറച്ച് ശ്രദ്ധിക്കേണ്ടത്. അപ്പൊ ഇതിന്റെ അടുത്തേക്ക് പോകാതിരിക്കുക. പിന്നെ ഈ വാതകമൊക്കെ എനിക്ക് തോന്നുന്നത് ഇപ്പൊ നമ്മുടെ കോസ്റ്റ് ഗാർഡിന്റെയും നേവിയുടെയും ഒക്കെ മോണിറ്ററിംഗ്, നമ്മുടെ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഒക്കെ മോണിറ്ററിംഗ് ഉണ്ടാവുമെന്ന് മനസ്സിലാക്കുന്നു. ഇപ്പൊ ഈ അസറ്റിലിൻ ഗ്യാസിനുള്ള ഡിറ്റക്ടറുകളൊക്കെ ഉണ്ട്. ഇത് വന്ന ഉടനെ തന്നെ അത് നിർണ്ണയിക്കാനുള്ള
ഡിറ്റക്ടിങ് സംവിധാനമുണ്ട്. ഏത് കുറഞ്ഞ ഒരു കോൺസെൻട്രേഷന് പോലും ഈ ഗ്യാസ് പുറത്തു വന്നാൽ അത് നിർണ്ണയിക്കാനുള്ള മാർഗങ്ങളുണ്ട്. അപ്പം ഇത് എനിക്ക് തോന്നുന്നു മോണിറ്ററിംഗ് ഷിപ്പുകളൊക്കെ കോസ്റ്റ് ഗാർഡിന്റെയും മറ്റും അവിടെ പോകുമ്പോൾ അവർ ഈ ഡിറ്റക്ടറുകൾ ഉപയോഗിച്ച് അങ്ങനെ ഒരു സാന്നിധ്യം ഉണ്ടെങ്കിൽ അപ്പൊ തന്നെ ഇപ്പൊ പോകുന്ന മത്സ്യബന്ധന ബോട്ടുകൾക്കും ഒക്കെ മുൻകരുതലുകൾ കൊടുക്കാൻ സാധിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. ഈ ചരക്ക് കപ്പലിന്റെ അതിനുപയോഗിക്കുന്ന ഇന്ധനം അത് ഒരുപക്ഷെ ഇതിനേക്കാളൊക്കെ പ്രശ്നമാകാം, മലിനമാക്കി മാറ്റാം വെള്ളത്തെ എന്നൊക്കെയാണ് മറ്റു റിപ്പോർട്ടുകൾ. അത് അങ്ങനെയുണ്ടോ? അതെ, അങ്ങനെയുണ്ട്. അത് കടലില്, കാരണം ഇതെല്ലാം നമ്മുടെ പെട്രോളിയം ഉൽപ്പന്നങ്ങളാണ് ഇതിന് ഉപയോഗിക്കുന്ന ഇതിനുള്ള ഇന്ധനങ്ങൾ. അതായത് അത് ഫർണസ് ഓയിൽ, ഡീസൽ, അവര് ഹെവി HFO എന്നൊക്കെ പറയുന്നുണ്ട്, ഹെവി ഫ്യൂവൽ ഓയിൽ എന്നൊക്കെ പറയുന്ന അത് വെള്ളത്തിൽ കലരുകയാണെങ്കിൽ അത് നമ്മൾ ഈ ഓയിൽ സ്പിൽ എന്നുള്ള ആ ഒരു അവസ്ഥ ഉണ്ടാക്കുകയാണ്. അത് ഏറ്റവും പ്രധാനമായിട്ട് വരുന്നത് അത് ജലജീവികളെയൊക്കെ ബാധിക്കാം, മത്സ്യത്തിന്റെയൊക്കെ നിലനിൽപ്പിനെ ബാധിക്കാം. കാരണം അവയ്ക്ക് ഈ എണ്ണപ്പാട ഇതിന്റെ മുകളിൽ വന്നു കഴിഞ്ഞാൽ ഓക്സിജൻ വെള്ളത്തിലേക്ക് കിട്ടാത്ത അവസ്ഥ വന്നിട്ട് ജലജീവികൾ ചത്തൊടുങ്ങുന്ന അവസ്ഥയൊക്കെ വരാം. അതുപോലെ തന്നെ ദീർഘനാള് ഈ എണ്ണപ്പാട വെള്ളത്തിൽ ഉണ്ടാവുകയാണെങ്കിൽ അത് ഈ നമ്മുടെ ഈ ഭക്ഷ്യശൃംഖല വഴിയൊക്കെ, ഫുഡ് ചെയിൻ വഴിയൊക്കെ മനുഷ്യനിലെത്താനും ഒക്കെ, മത്സ്യമൊക്കെ ഭക്ഷിക്കുന്നത് വഴി മനുഷ്യനിലെത്താനൊക്കെ ഉള്ള സാധ്യത, അതൊക്കെ ഒരു ലോങ് ടൈം ഇഫക്റ്റ് ആണ്. അതിനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പൊ നമ്മൾ ആ ഓയിൽ സ്പില്ല് നിയന്ത്രിക്കാനുള്ള നടപടികൾ കൂടെ, അത് എനിക്ക് തോന്നുന്നു ഇപ്പൊ തന്നെ അതിനുള്ള നടപടികൾ എടുക്കും എന്ന് പല മാധ്യമങ്ങളിലും കണ്ടു, പല ഗവൺമെന്റിന്റെ ഏജൻസികളും പറയുന്നതായിട്ടെല്ലാം മനസ്സിലാക്കി. അപ്പൊ അതിനുള്ള സംവിധാനങ്ങൾ, കാരണം ആ ഓയില് കളക്ട് ചെയ്ത് മാറ്റുക, ഈ എണ്ണപ്പാടകള് അതിനൊക്കെ ചില ബൂമുകളൊക്കെ ഉപയോഗിച്ച് ആ പ്രദേശം വേർതിരിച്ചിട്ട് ആ വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്ന എണ്ണ ഇങ്ങനെ അവർ സ്കിമ്മിങ് എന്നൊക്കെ പറയുന്നത്, സ്കിം ചെയ്ത് ബോട്ടുകളിലേക്ക് കളക്ട് ചെയ്ത് അത് കരയിൽ കൊണ്ടുവന്ന് ഈ റിഫൈനറികളിൽ, എണ്ണ ശുദ്ധീകരണശാലകളിൽ അത് ശുദ്ധീകരിച്ചെടുക്കാനായിട്ട് സാധിക്കും. അപ്പൊ അത് പടരാതെ നോക്കുക എന്നുള്ളതാണ് അവിടെയും ഒരു വലിയ ഒരു വെല്ലുവിളിയായിട്ട് ഇരിക്കുന്നത്. അത് വലിയ വെല്ലുവിളി നമ്മൾ പറഞ്ഞു നിർത്തുമ്പോൾ പോലും ഡോക്ടർ ജി മധു, ഇത് എറണാകുളം അടുപ്പിച്ച് ഇത് മുങ്ങുന്നു. അവിടെ നിന്ന് ആലപ്പുഴ, കൊല്ലം തീരങ്ങൾ, ഒരുപക്ഷെ തിരുവനന്തപുരത്ത് വരെ തീരങ്ങളിലേക്ക് ഇത് എത്തിച്ചേരാനുള്ള സാധ്യത ഒക്കെ ഉണ്ടാകുമ്പോൾ എങ്ങനെയാണ് നമുക്ക് ഇത്രയും വൈഡായി ഈ ഒരു വിഷയം കൈകാര്യം ചെയ്യാൻ കഴിയുക എന്നുള്ളൊരു? അതിന് എനിക്ക് തോന്നുന്നത് കൂടുതൽ അതിന് വേണ്ട അതിനുള്ള ഷിപ്പുകളും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് ഈ ഓയിൽ സ്പിൽ നിയന്ത്രിക്കുന്നതിനാവശ്യമായ, എനിക്ക് തോന്നുന്നത് കോസ്റ്റ് ഗാർഡിന്റെയും മറ്റ് ഏജൻസികളുടെയും എല്ലാം ഒരു സഹകരണത്തോടെ അങ്ങനെ ഒരു വലിയ ഒരു ഇനിഷ്യേറ്റീവ് അതിന് വേണ്ടി വരും. അതാണ് കാരണം ഇപ്പം പ്രത്യേകിച്ച് കാരണം ഈ എണ്ണയൊക്കെ പരക്കുന്നത് കാറ്റിന്റെ ആ ഒരു ഡയറക്ഷനിലും ആ ദിശയിലും കൂടെ ആയിരിക്കും. അപ്പൊ അത് ഇപ്പം കൂടുതൽ കാറ്റടിക്കുന്നുണ്ട്. അതുകൊണ്ടൊക്കെ എണ്ണ ലീക്ക് വന്നു കഴിഞ്ഞാൽ, ഇപ്പൊ തന്നെ ഏരിയയിൽ ലീക്ക് വന്നു എന്നാണ് മനസ്സിലാക്കുന്നത്, അത് പെട്ടെന്ന് തന്നെ വ്യാപിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പൊ അതിനു വേണ്ടിയിട്ട് കൂടുതൽ കപ്പലുകളും ഇതെല്ലാം അതിനു വേണ്ടി ഇത് ഈ എണ്ണ കടലിൽ പരക്കുന്നത് നിയന്ത്രിക്കാൻ വേണ്ടി കൂടുതൽ ഒരു എഫർട്ട് വേണ്ടി വരും. അതെടുത്താലേ അത് നമുക്ക് ഒരു പൂർണ്ണമായിട്ടും നിയന്ത്രിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ, നമുക്ക് ഇത് ഇത്തരം നമ്മുടെ തീരപ്രദേശങ്ങളിൽ ഇങ്ങനെ ഒരു അപകടത്തെക്കുറിച്ച് നമ്മൾ ഇതിനു മുമ്പ് അങ്ങനെ അറിവുള്ളതല്ല. അപ്പോൾ ഈ തരത്തിൽ നമുക്കിപ്പോൾ വിഴിഞ്ഞമൊക്കെ ഉള്ളത് കൊണ്ട് ഇത്തരം കണ്ടെയ്നറുകൾ കൂടുതലായി, കപ്പലുകൾ കൂടുതലായി വരാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. ഇത്തരം രാസവസ്തുക്കളൊക്കെ കൊണ്ടുപോകുന്ന സമയത്ത് പാലിക്കേണ്ട പ്രത്യേക സുരക്ഷ, അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ നമുക്ക് കുറച്ചുകൂടി ജാഗ്രത വേണ്ടി വരുന്നൊരു സമയം എന്നുകൂടി പറയേണ്ടി വരുന്നു. അതെ, തീർച്ചയായും. അതിനൊക്കെ നമുക്ക് അന്താരാഷ്ട്ര മാനദണ്ഡങ്ങളെല്ലാം ഉണ്ട്. കപ്പലുകളിൽ ഈ അപകടകരമായിട്ടുള്ള രാസവസ്തുക്കളെ കൊണ്ട് ഉള്ള കപ്പലുകൾക്കൊക്കെ വേണ്ടിയിട്ട് ഇന്റർനാഷണൽ മാരിടൈം ഓർഗനൈസേഷൻ, IMO എന്ന് പറഞ്ഞൊരു സംഘടനയുണ്ട്. അവരുടെ ഒരു ഇന്റർനാഷണൽ മാരിടൈം ഡേഞ്ചറസ് ഗുഡ്സ് കോഡ് എന്നാണ് പറയുന്നത്. ആ കോഡ് ഇവർ നിർബന്ധമായിട്ടും പാലിക്കണം എന്നുള്ളത് ഒരു അന്താരാഷ്ട്ര നിയമം തന്നെയാണ്. അത് നമ്മുടെ രാജ്യവും അംഗീകരിച്ചിട്ടുള്ളതാണ്. അപ്പൊ അതെല്ലാം ഇനി കർശനമായിട്ട് നടപ്പാക്കാനുള്ള അതിനുള്ള നടപടികൾ കൂടെ നമ്മൾ എടുക്കേണ്ടി വരും. കാരണം ഇപ്പൊ തന്നെ നമ്മുടെ കൊച്ചി തുറമുഖത്തൊക്കെ ഇതൊക്കെ ഇപ്പൊ കൊച്ചി പോർട്ടൊക്കെ അതിന് വേണ്ടിയിട്ടുള്ള അവർക്ക് അതിനുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ വന്നാലും ഇങ്ങനെയുള്ളത് മോണിറ്റർ ചെയ്യാനും ചെറിയ ഓയിൽ സ്പില്ലുകളൊക്കെ വന്നാൽ ഉടനെ തന്നെ അത് നീക്കം ചെയ്യാനൊക്കെ ഉള്ള സംവിധാനങ്ങളൊക്കെ വലിയ പോർട്ടുകളിലൊക്കെ ഉണ്ട്. പക്ഷേ എങ്കിലും ഈ ഈ കപ്പലുകളുടെ സഞ്ചാര മാർഗത്തിലും ഇങ്ങനെ വരുമ്പോൾ അതിനും കൂടി ഇനി ഭാവിയിൽ നമ്മൾ തയ്യാറായിരിക്കേണ്ടി വരും. അങ്ങനെയുള്ള ദുരന്തങ്ങളുണ്ട്.